ഐതിഹ്യങ്ങളിലൂടെയും വ്യാജ പ്രചാരണങ്ങളിലൂടെയും ചരിത്രം തിരുത്തി എഴുതുക എന്നുള്ളത് മോദി സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപിത നയമാണ്. സ്കൂൾ കോളേജ് തല പാഠപുസ്തകങ്ങളും ചരിത്രവും മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ തുടർച്ച തന്നെയാണ് RSS അടിയന്തരാവസ്ഥക്കെതിരായി പോരാടി എന്നുള്ള ഒരു വ്യാജ ചരിത്രം സൃഷ്ടിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് വിട്ടുനിന്ന RSSനെ ദേശീയ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയാക്കി ചരിത്രം തിരുത്തി എഴുതുന്നത് പോലെയാണ് അടിയന്തരാവസ്ഥക്കെതിരായി നടന്ന പോരാട്ടത്തെയും തങ്ങളുടേതാക്കി മാറ്റുന്നത്. ഭരണഘടനയെ അട്ടിമറിക്കുകയും ജനാധിപത്യത്തെ ആക്രമിക്കുകയും ഫെഡറലിസം തകർക്കുകയും മൗലികാവകാശങ്ങൾ, മനുഷ്യ സ്വാതന്ത്ര്യം, അന്തസ്സ് എന്നിവ ഇല്ലാതാക്കുകയും ചെയ്ത ഇരുളടഞ്ഞ അധ്യായമാണ് അടിയന്തരാവസ്ഥ എന്നുള്ളത് മോദി സർക്കാർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിനേക്കാൾ വലിയ ഇരുളടഞ്ഞ ദിനങ്ങളിലൂടെയാണ് BJP ഭരണത്തിൽ രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത്. 1975 പ്രഖ്യാപിത അടിയന്തരാവസ്ഥയായിരുന്നുവെങ്കിൽ ഇന്ന് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നുള്ളത് മാത്രം. രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല, സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. സർക്കാരിനെ എതിർക്കുന്നവരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കള്ളക്കേസിൽ കുടുക്കിയും വിമർശിക്കുന്നവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിച്ചും വർഷങ്ങളോളം ജയിലിലടക്കുകയാണ്. മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ളത് മോദി സർക്കാരിനെ വാഴ്ത്തിപ്പാടാനുള്ള സ്വാതന്ത്ര്യം മാത്രമായി മാറിയിരിക്കുകയാണ്. നാവടക്കൂ പണിയെടുക്കൂ എന്നതായിരുന്നു അന്നത്തെ മുദ്രാവാക്യമെങ്കിൽ ഇപ്പോൾ തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്തും കരാർ വ്യവസ്ഥയിലും മിനിമം കൂലിയിലും മറ്റ് ആനുകൂല്യങ്ങളും നൽകാതെ എല്ലാ മേഖലയിലും 12 മണിക്കൂറിലേറെ തൊഴിലെടുപ്പിക്കുകയാണ്. തൊഴിലാളികൾക്ക് സംഘടിക്കാനുള്ള അടിസ്ഥാന അവകാശം പോലും നിഷേധിക്കപ്പെട്ടു. അടിയന്തരാവസ്ഥയുടെ ഭീതിതമായ കാലത്ത് നടപ്പാക്കിയ നിർബന്ധിത വന്ധ്യംകരണവും ചേരി നിർമ്മാർജ്ജനവും എന്നുള്ള പേരിലുള്ള അതിക്രമവും ഇന്ന് ബുൾഡോസർ രാജായി മാറിയിരിക്കുകയാണ്. ഫെഡറൽ സംവിധാനത്തെയും കോടതി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെയെല്ലാം നിശ്ചലമാക്കുന്നു. ഭരണഘടനാ പ്രതീകങ്ങൾക്ക് പകരം ഹിന്ദുത്വ വർഗീയതയുടെ പ്രതീകങ്ങളെ സ്ഥാപിക്കുന്നു. RSSന്റെ ചിഹ്നമായ കാവിക്കൊടിയേന്തിയ സ്ത്രീയെ ഗവർണർമാർ രാജ്ഭവനിലെ പൊതുപരിപാടികളിൽ പോലും സ്ഥാപിക്കുന്നത് ഇതിന്റെ ഭാഗം തന്നെയാണ്. ഭരണഘടനാ മൂല്യങ്ങളോട് തങ്ങളോട് ഒരു മമതയും ഇല്ല എന്നാണ് RSS ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു കാര്യം. പാർലമെന്ററി രൂപങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഭീതിയിലൂടെ അവയുടെ സത്തയെ അട്ടിമറിച്ച് നവഫാസിസം നടപ്പാക്കാനാണ് മോദി ഭരണകൂടം ശ്രമിക്കുന്നത്. രാജ്യവ്യാപകമായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ഒറ്റപ്പെടുത്താനും ഇല്ലാതാക്കാനും കോൺഗ്രസ് അടിയന്തരാവസ്ഥ കാലത്ത് ഭരണ സംവിധാനത്തെ ദുരുപയോഗം ചെയ്തതിന് സമാനമാണ് മോദി ഭരണകൂടത്തിന്റെ നടപടികൾ. അടിയന്തരാവസ്ഥ കാലത്ത് ഭരണകൂട്ട അട്ടിച്ചമർത്തലിന് ഏറ്റവും കൂടുതൽ വിധേയമായത് CPIM ആണ്. കൂട്ട അറസ്റ്റുകളിലൂടെയും അക്രമാസക്തമായ അടിച്ചമർത്തലിലൂടെയും സംഘടനയെ ശിഥിലീകരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. 100 കണക്കിന് CPIM നേതാക്കളെയും കേഡർമാരെയും ജയിലിലടച്ചു എന്നുള്ളത് ഒരു ചരിത്രമാണ്, ചരിത്ര രേഖകളുള്ളതാണ്. മോദി ഭരണകൂടവും CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തെയും അതിന്റെ ആശയങ്ങളെയുമാണ് മുഖ്യ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടിയന്തരാവസ്ഥയിലെ നിരോധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തന്റെ മുൻഗാമികളെ പോലെ സർസംഘ ചാലകരായിരുന്ന മധുകർ ദത്താത്രേയ ദേവറസ് മാപ്പ് അപേക്ഷിച്ച് ഇന്ദിരാഗാന്ധിക്ക് നിരവധി കത്തുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. 1975 ഓഗസ്റ്റ് 22 എഴുതിയ കത്തിൽ ഇന്ദിരാഗാന്ധി രാഷ്ട്രത്തോട് ചെയ്ത അഭിസംബോധനയെ സമയബന്ധിതവും സന്തുലിതവും എന്നാണ് പ്രശംസിച്ചിട്ടുണ്ടായിരുന്നത്. 75 നവംബർ 10 എഴുതിയ മറ്റൊരു കത്തിൽ അന്നത്തെ സർക്കാർ വിരുദ്ധ പ്രസ്ഥാനങ്ങളുമായി RSSന് ഒരു ബന്ധമില്ല എന്ന് പ്രഖ്യാപിച്ചു. നിരോധനം പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന കത്തിൽ സർക്കാരിന്റെ വികസന പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹകരണം വാഗ്ദാനം ചെയ്തു. ഇതിന്റെ തുടർച്ചയായി ഭാരതീയ ജനസംഘത്തിന്റെ ഉത്തർപ്രദേശ് ഘടകം അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ 1ാം വാർഷികമായ 1976 ജൂൺ 25 സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് പ്രതിജ്ഞയെടുത്തു. ദേവറസ് ഇന്ദിരാഗാന്ധിയുടെ ഓഫീസുമായി പലതവണ നേരിട്ട് ആശയവിനിമയം നടത്തിയതായി അന്നത്തെ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡെപ്യൂട്ടി ചീഫായി സേവനമനുഷ്ഠിച്ച മുൻ മേധാവി TV രാജേഷർ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അടിയന്തരാവസ്ഥ കാലത്ത് RSS സ്വീകരിച്ച ഇരട്ടത്താപ്പിനെ CPIM തുറന്നു കാട്ടുന്നത്. അതിന് മറുപടി പറയാൻ കഴിയാത്തതുകൊണ്ടാണ് RSS ഗവർണർമാർ CPIMനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തന്നെ. അടിയന്തരാവസ്ഥ കാലത്ത് മാത്രമല്ല, രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കാൻ എല്ലാ കാലത്തും മുന്നിലുണ്ടായിരുന്നത് CPIM ഇടതുപക്ഷവും തന്നെയാണ്.